തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ബി.ജെ.പി 100 സീറ്റുകൾ മോഷ്ടിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തൃണമൂൽ ഏജന്റുമാരെ പ്രവേശിപ്പിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ അക്രമം കേന്ദ്രസേനയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തന്നെ ഇവിടെ വിനിയോഗിക്കുകയാണ് ചെയ്തത്. ബംഗാളിൽ തൃണമൂൽ നേടിയ കൂറ്റൻ പരാജയത്തിനും ബി.ജെ.പിയുടെ വമ്പൻ വിജയത്തിനും അതിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം തോൽവി രുചിച്ചറിഞ്ഞ മമതയാകട്ടെ കടുത്ത ആരോപണമാണ് ബി.ജെ.പിക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ഭവാനിപൂരിൽ മമതാ ബാനർജി പിന്നിലായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അവർക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കൊൽക്കത്തയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ബി.ജെ.പി നേടിയ ഒരു ധാർമ്മിക വിജയമല്ല എന്നും ഇവിടെ മമത പ്രതികരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തൃണമൂൽ ഏജന്റുമാരെ പ്രവേശിപ്പിച്ചില്ല എന്നും ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ അക്രമം നടന്നുവെന്നും അവർ പറയുന്നു. കേന്ദ്ര സേനയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ബംഗാളിൽ ഇവിടെ നടന്നതെന്നതായിരുന്നു മമതാ ബാനർജിയുടെ ആരോപണം. അതേസമയം ഇത്തരത്തിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവി തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി ആകട്ടെ വലിയ രീതിയിൽ അവിടെ വിജയിക്കുകയും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഏകദേശം 5 വർഷം മുൻപ് നന്ദിഗ്രാമിൽ പോലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി 2016 ആ ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നന്ദിഗ്രാമിലല്ല, മറിച്ച് മമതയുടെ സ്വന്തം കോട്ടയായ കൊൽക്കത്തയിലെ ഭവാനിപൂരിലാണ് ഇത്തവണ സുവേന്ദു അധികാരി വിജയം കൈവരിച്ചിരിക്കുന്നത്. തന്റെ മുൻ നേതാവായ മമതയെ അവരുടെ സുരക്ഷിത താവളങ്ങളിൽ ചെന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് സുവേന്ദു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. ആകെ വോട്ടെടുപ്പ് നടന്ന 293 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകൾ ബി.ജെ.പി അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയ വേളയിൽ മമതയുടെ ഈ വ്യക്തിപരമായ പരാജയം തൃണമൂൽ കോൺഗ്രസിന് ഇരട്ടി പ്രഹരം തന്നെയാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. മമതാ ബാനർജി താമസിക്കുന്ന കാളിഘട്ട് ഉൾപ്പെടുന്ന ഭവാനിപൂർ അവർ തന്റെ രാഷ്ട്രീയ ജീവിതം പടുത്തുയർത്തിയ ഒരു മണ്ണ് തന്നെയാണ്. എന്നാൽ ഈ മണ്ണിൽ പോലും അവർക്ക് നിലയുറപ്പിക്കാൻ സാധിക്കാതെ കാലിടറി നിൽക്കുകയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ഈ തിരഞ്ഞെടുപ്പിൽ ഭവാനിപൂരിലും നന്ദിഗ്രാമിലും വിജയം ഉറപ്പിച്ചതോടുകൂടി തന്നെ സുവേന്ദു അധികാരി തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്നതും വാസ്തവമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ തന്നെ ഭവാനിപൂരിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയത്. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ സുവേന്ദു വലിയ രീതിയിലുള്ള മുൻതൂക്കം അവിടെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ 7ാം റൗണ്ട് എത്തിയപ്പോഴേക്കും മമത ശക്തമായി തന്നെ തിരിച്ചു വരികയും 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ തന്നെ കഥകൾ മാറി മറിയുകയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 6:30യോടുകൂടി തന്നെ ഈ ലീഡ് നില 2000-ന് മുകളിലേക്ക് എത്തുകയും രാത്രി 9 മണിയോടുകൂടി തന്നെ 18 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ സുവേന്ദു ആകട്ടെ 11,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിലെത്തി അവിടെ വിജയം ഉറപ്പിക്കുകയുമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.